ഹായ് ഫ്രണ്ട്സ്, പാഠപുസ്തകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഇത് 2023 നടന്ന ഖാദി ബോർഡ് LDയുടെ പ്രിലിംസിൻ്റെ 4ാമത്തെ സെക്ഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്. 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം ആരാണ് നേടിയത്? ഓപ്ഷൻ ബി, ഇന്ത്യയാണ് നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, പറക്കും സിഖ് എന്നറിയപ്പെടുന്ന മിൽഖ സിംഗ് അന്തരിച്ച വർഷം. മിൽഖ സിംഗ് ഏത് വർഷമാണ് അന്തരിച്ചത്? ഓപ്ഷൻ ഡി, 2021 മിൽഖ സിംഗ് അന്തരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, വർണ്ണാന്തത കണ്ടുപിടിച്ചത് ആര്? വർണ്ണാന്തത കണ്ടുപിടിച്ചത് ഓപ്ഷൻ എ, ജോൺ ഡാൾട്ടൺ ആണ്. അതാണ് വർണ്ണാന്തത ഡാൾട്ടണിസം എന്ന പേരിലും അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്നാണ്? പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് ഓപ്ഷൻ സി ആണ്, 22 ജൂലൈ 2019. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്ന്? 1950 ജനുവരി 25 ഓപ്ഷൻ ബി ആണ് ആൻസർ. അതാണ് ജനുവരി 25 വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആരാണ്? കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രിയാണ് ഓപ്ഷൻ സി, നിർമ്മല സീതാരാമൻ. അടുത്ത ക്വസ്റ്റ്യൻ, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ഓപ്ഷൻ സി, സംവാദ് കൗമുദിയാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടറാണ് ഓപ്ഷൻ എ, ശ്യാം ശരൺ നേഗിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഓപ്ഷൻ ബി, മീസോസ്ഫിയർ ആണ് ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ ബി, ബാലഗംഗാധര തിലകിനെയാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കർണാടകത്തിലെ പ്രധാന ആണവോർജ്ജ നിലയം ഏതാണ്? ഓപ്ഷൻ ഡി, കൈഗ. അടുത്ത ക്വസ്റ്റ്യൻ, ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഏത് ഭൂപ്രകൃതി വിഭാഗത്തെയാണ് ധാതുക്കളുടെ കലവറ എന്ന് വിശേഷിപ്പിക്കുന്നത്? ഓപ്ഷൻ സി, ഉപദ്വീപീയ പീഠഭൂമി. അടുത്ത ക്വസ്റ്റ്യൻ, ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഏതാ? ഓപ്ഷൻ എ, ഡെക്കാൻ പീഠഭൂമി. അടുത്ത ക്വസ്റ്റ്യൻ, അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? അമരാവതി ഓപ്ഷൻ ബി, കാവേരിയുടെ പോഷക നദിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ഏതൊക്കെ സ്ഥലങ്ങളെയാണ്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കീറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. അപ്പോൾ ഗോഡ്വിൻ ഓസ്റ്റിൻ ഏത് പർവ്വതനിരയിലാണ്? ഓപ്ഷൻ ബി, കാറക്കോറം നിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ അഥവാ മൗണ്ട് കീറ്റു സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം. കോട്ടണോപോളിസ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി, മുംബൈ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഓപ്ഷൻ സി, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനിയാണ് ഓപ്ഷൻ എ, മുംബൈ ഹൈ. അടുത്ത ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഓപ്ഷൻ ഡി, ഗോദാവരിയാണ് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിര അധ്യക്ഷൻ ഓപ്ഷൻ ബി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ക്വസ്റ്റ്യൻ, അയിത്താചാരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അപ്പോൾ അയിത്താചാരണത്തിനെ കുറിച്ച് പറയുന്നത് ഓപ്ഷൻ എ, ആർട്ടിക്കിൾ 17 അയിത്താചാരണം ശിക്ഷാർഹമാണെന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 17. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് പറയുന്നത്? മൗലിക കടമകൾ ഓപ്ഷൻ ബി, അനുച്ഛേദം 51A മൗലിക കടമകളെക്കുറിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ്. ആരാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ? ഓപ്ഷൻ ഡി, സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം. അപ്പോൾ ജനഗണമന എത്ര സമയം കൊണ്ടാണ് ആലപിക്കുന്നത്? ഓപ്ഷൻ എ, 52 സെക്കൻഡ്.
ചുരുക്കരൂപം 20 സെക്കൻഡ് കൊണ്ടും ഫുള്ള് 52 സെക്കൻഡ് കൊണ്ടുമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. അപ്പോൾ സ്വത്തവകാശം നീക്കം ചെയ്തത് ഓപ്ഷൻ ബി 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം. ഓപ്ഷൻ ഡി 24. ദേശീയ പതാകയിൽ 24 ആരക്കാലുകളുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ്. വന്ദേമാതരം രചിച്ചത് ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാനാണ് ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ അല്ലാത്തത് ആര്? അപ്പോൾ ഇതിൽ ആരാണ് അല്ലാത്തത്? ഓപ്ഷൻ എ ആണ് ആൻസർ, VP മേനോൻ. HN ഖുസ്രു, ഫസൽ അലി, KM പണിക്കർ ഇവർ 3 പേരും ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാന രൂപീകരണത്തിനായുള്ള പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു. അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചതാര്? ഭാരതമാത എന്ന ചിത്രം ആരാണ് വരച്ചത്? ഓപ്ഷൻ സി അബനീന്ദ്രനാഥ ടാഗോർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ്? അപ്പോൾ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, അമേരിക്ക. അമേരിക്കയിൽ വെച്ചിട്ടാണ് ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം മദ്രാസ് ലേബർ യൂണിയൻ, AITUC, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ ഇവയെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ഗുൽസാരിലാൽ നന്ദ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ആരാണ്? ഏത് കമ്മീഷനാണ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടത്താൻ ശുപാർശ ചെയ്തത്? ഓപ്ഷൻ സി കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ട്രാൻസ്ഫർ പവർ ഓഫ് ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ട്രാൻസ്ഫർ പവർ ഓഫ് ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ഓപ്ഷൻ എ VP മേനോൻ. VP മേനോൻ്റെ പുസ്തകമാണ് ദ ട്രാൻസ്ഫർ പവർ ഓഫ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, 1954-1964 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IITകൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട്? 1954-നും 1964-നും ഇടയ്ക്ക് എത്ര IITകൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ടെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി 5 IITകളാണ് ഇന്ത്യയിൽ സ്ഥാപിതമായത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനമേത്? ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ലളിതകലാ അക്കാദമിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം ആരാണ് തയ്യാറാക്കിയത്? ഓപ്ഷൻ ബി ഏഞ്ചലോസ് ഫ്രാൻസിസ്. ഏഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ചാന്നാർ ലഹള നടന്ന വർഷം ഏതാണ്? ചാന്നാർ ലഹള നടന്നത് 1859 ചാന്നാർ ലഹള നടന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകളാണിത്? ആരുടേതാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. ആലുവ സർവമത സമ്മേളനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണ് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ആരുടെ നേതൃത്വത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്? ഓപ്ഷൻ എ കേളപ്പൻ. കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് സി ശങ്കരൻ നായർ. സി ശങ്കരൻ നായരാണ് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത്.
അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏത്? തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏതാണ്? ഓപ്ഷൻ എ, മലയാളി മെമ്മോറിയൽ. അടുത്ത ക്വസ്റ്റ്യൻ, മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത ഏതാണ്? ഓപ്ഷൻ സി, എ വി കുട്ടിമാളു അമ്മ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. ഏത് സ്ഥലത്താണ്? ഓപ്ഷൻ ബി, പയ്യന്നൂരാണ്. സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം എവിടെ നടന്നു? ഓപ്ഷൻ ബി, പയ്യന്നൂർ. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത് ആരാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ ആരാണ് സ്ഥാപിച്ചത്? ഓപ്ഷൻ ബി, മുഹമ്മദ് ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ ഡി ആണ്. വക്കീം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ ബി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഓപ്ഷൻ ബി, ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ആര്? കേരളത്തിലെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ആരാണ്? ഓപ്ഷൻ ബി, പി രാജീവാണ് കേരളത്തിലെ ഖാദി ഗ്രാമ വ്യവസായ ചുമതലയുള്ള മന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ആര്? കേരള സ്പോർട്സ് കൗൺസിലിന് ആരാണ് രൂപം നൽകിയത്? ഓപ്ഷൻ ഡി, ഗോദവർമ്മ രാജയാണ് കേരള സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. ഇപ്പം മഴനിഴൽ പ്രദേശമായ പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ ബി, ചിന്നാർ വന്യജീവി സങ്കേതം. അടുത്ത ക്വസ്റ്റ്യൻ, അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷിരീതി ഏത്? അട്ടപ്പാടിയിലെ ഗോത്രവർഗ സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷിരീതി ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, പുനം കൃഷി. അടുത്ത ക്വസ്റ്റ്യൻ, ഗൗണ, നാഡി, കവനോക്ക്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പുണ്യനദി ഏതാണ്? ഗൗണ, നാഡി, കവനോക്ക്, വളഞ്ഞാർ എന്നിങ്ങനെ അറിയപ്പെടുന്ന കേരളത്തിലെ പുണ്യനദി ഏതാണ്? ഓപ്ഷൻ സി, മീനച്ചലാറാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗ്ഗം ഏതാണ്? പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗ്ഗം ഓപ്ഷൻ ബി ആണ്, ചക്കയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇപ്പോൾ പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. മുകളിൽ പറഞ്ഞവയെല്ലാം കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ഇവ മൂന്നും ഈ ദുരന്ത നിവാരണത്തിൻ്റെ ലഘൂകരണത്തിനായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു എന്നുള്ള തെളിവുകൾ നൽകുന്നത്? അപ്പോൾ എവിടെയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, പറവൂർ. അടുത്ത ക്വസ്റ്റ്യൻ, 2012 ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരാംപാറ ഏത് ജില്ലയിലാണ്? പുല്ലൂരാംപാറ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി, കോഴിക്കോടാണ് പുല്ലൂരാംപാറ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മന്തുരോഗം പരത്തുന്ന കൊതുകുകൾ. മന്തുരോഗം പരത്തുന്നത് ഏത് കൊതുകാണ്? ഓപ്ഷൻ ബി, ക്യൂലെക്സ് കൊതുകാണ് മന്തുരോഗം പരത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവമുണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേരാണ്? ഓപ്ഷൻ സി, സിറോഫ്താൽമിയ. അടുത്ത ക്വസ്റ്റ്യൻ, ഓർഗൻ ഓഫ് കോട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓർഗൻ ഓഫ് കോട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി, ചെവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഉമിനീരിൻ്റെ pH മൂല്യം. ഉമിനീരിൻ്റെ pH മൂല്യം ഓപ്ഷൻ ഡി 6.2 മുതൽ 7.6 വരെ. ഉമിനീരിൻ്റെ pH മൂല്യം 6.2 മുതൽ 7.6 വരെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തത്?
ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുകയും ചെയ്യുക. ഇത് മാത്രമില്ല, ബാക്കി 3 പോയിന്റ് ഞാനൊന്ന് വായിക്കാം. പെടുന്നത് ആർദ്രം പദ്ധതിയിൽ പെടുന്ന 3 പോയിന്റ് വായിക്കാം. ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗി സൗഹാർദ്ദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുക. ഇത് 2ാമത്തെ പോയിന്റ്. പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളാക്കി വിപുലപ്പെടുത്തുക. 3ാമത്തെ പോയിന്റ്. ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പുവരുത്തുക. ഇത് 3ഉമാണ് ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇരുപത്തിയേഴാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശ്ശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതും ആയ നെല്ലിൻ്റെ ഇനം ഏതാണ്? അപ്പോൾ ഏതാണ് ആൻസർ? 27ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശ്ശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതും ആയ നെല്ലിൻ്റെ ഇനം ഏതാണ്? അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. KAU മനുരത്നയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ആഗോള താപനത്തിന് കാരണമായ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏത്? അപ്പോൾ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് ഏത്? വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് ഏതെന്നാണ്? ഓപ്ഷൻ ബി ആണ്. രൂപകുണ്ടാണ് വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതൽ ഉള്ള വിഭാഗം ഏതാണ്? കേരളത്തിലെ കാടുകളിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏതാണ്? ഓപ്ഷൻ സി ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പോൾ ഇതെല്ലാം വായിക്കുന്നില്ല, ശരിയായ പ്രസ്താവന മാത്രം വായിച്ചാൽ മതിയല്ലോ. ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 2ഉമാണ്. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ. അപ്പോൾ അതൊന്ന് വായിക്കാം. ലൈക്കനുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായു മലിനീകരണത്തിൻ്റെ സൂചകങ്ങളായി കണക്കാക്കാം. ശരിയാണ്. വായു മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോൾ ആണ് ഉപയോഗിക്കേണ്ടത്. ഈ 2 പോയിന്റുമാണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ. ആറ്റത്തിലെ ചാർജില്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ഓപ്ഷൻ സി ജെയിംസ് ചാഡ്വിക്. അടുത്ത ക്വസ്റ്റ്യൻ. അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പോൾ 2 പ്രസ്താവന. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എല്ലാ ധാതുക്കളും അയിരുകളല്ല. അപ്പോൾ ഇതൊക്കെ എന്താണ് ശരിയായ പ്രസ്താവന? ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. ഇതിൽ പരസ്പര ബന്ധം സോഡിയം ആൽക്കലി ലോഹം, കാൽസ്യം സംക്രമണ ലോഹം, അലുമിനിയം ബോറോൺ കുടുംബം, ക്ലോറിൻ ഉത്കൃഷ്ടവാതകം. അപ്പോൾ ഇതിനകത്ത് പരസ്പരം ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം ബന്ധമില്ല. കാൽസ്യം സംക്രമണ ലോഹം, അതിൽ ക്ലോറിൻ ഉത്കൃഷ്ടവാതകം. ക്ലോറിൻ ഉത്കൃഷ്ടവാതകം അല്ലല്ലോ, അതാണ് ബന്ധമില്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ജല തന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ്? എത്രയാണ്? ഓപ്ഷൻ ബി ആണ്. 1:8. അടുത്ത ക്വസ്റ്റ്യൻ. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചസാരയിൽ ഏതൊക്കെ ഘടകമൂലകങ്ങളുണ്ട്? ഓപ്ഷൻ എ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇവ 3ഉമാണ്. കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണ് പഞ്ചസാരയിലുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി എത്രയാണ്? ഓപ്ഷൻ സി ആണ്. 20 ഹെർട്സ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ എ ജൂളാണ് പ്രവൃത്തിയുടെ യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. തന്മാത്രകളുടെ സ്ഥാനമാത്ര മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി എന്ത് പറയുന്നു? തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഓപ്ഷൻ ബി ആണ് സംവഹനം. അടുത്ത ക്വസ്റ്റ്യൻ. വസ്തു ഒരു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിനെ ഡേഷ് എന്ന് പറയുന്നു. ഒരു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നത് എന്താണ്? ഓപ്ഷൻ ബി ദോലനം. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ് അതിലെ? ഓപ്ഷൻ ഡി ആണ് കൽക്കരി. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. 80 ക്വസ്റ്റ്യനാണ്. അടുത്ത ബാക്കി 20 ക്വസ്റ്റ്യനും മാത്സ് ആണ് കേട്ടോ.
അപ്പോൾ താങ്ക് യു.